ഡൽഹിയിലെ പ്രമുഖ വ്യവസായിയും പണിക്കേഴ്സ് ട്രാവൽസ് ഉടമയുമായ ബാബു പണിക്കർ എഴുതിയ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ISRO മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് റിട്ടയർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫിന് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. സാഹിത്യകാരൻ M. മുകുന്ദൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. യാത്രകളുടെ രസതന്ത്രം, ചരിത്രത്തിലിടം നേടിയ യാത്രകൾ, യാത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങി യാത്രകളുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളെ 14 അധ്യായങ്ങളിലാക്കി സ്വാംശീകരിച്ച വിവരങ്ങൾ ആനുകാലിക പ്രസക്തം കൂടിയാണ്. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന TKA നായരാണ് അവതാരിക തയ്യാറാക്കിയത്. ഡൽഹി കേരള ഹൌസിൽ നടന്ന ചടങ്ങിൽ ISRO മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് റിട്ടയർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫിന് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. ബാബു പണിക്കർ ഇതുപോലെ കൂടുതൽ പുസ്തകങ്ങൾ എഴുതട്ടെ എന്നും അദ്ദേഹത്തിന്റെ ചിന്ത കുറച്ച് മുഴുവനായിട്ട് വായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷെ ആ വായിച്ചതിലുള്ള ഒരു ഇമ്പാക്ട്, ഒരു ഇംപ്രഷൻ ഈ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞ ചെറിയ ടൈറ്റിൽ ഒതുങ്ങുന്ന ഒന്നല്ല. ഇതിലൊരു വലിയ മെസ്സേജ് ഉണ്ട്. യാത്രകളെ മനസ്സിനെ ദ്യോതിപ്പിക്കാനും നിങ്ങളുടെ ഓരോരുത്തരുടെ യാത്രകളെ കുറിച്ച് ചിന്തിക്കാനും ആ വരും യാത്രകളിൽ നിങ്ങൾ എന്താണ് ലക്ഷ്യമാക്കേണ്ടത് എന്ന് നിങ്ങളെ പ്രചോദിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ചില മെസ്സേജുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ തീർച്ചയായിട്ടും കരുതുന്നു. ചടങ്ങിൽ പ്രമുഖ സാഹിത്യകാരൻ M. മുകുന്ദൻ മുഖ്യാതിഥിയായി. നമ്മുടെ കുട്ടിക്കാലം, നമ്മുടെ സ്വപ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് അതിനെയൊക്കെ ഉണർത്തുന്ന എന്തൊക്കെയോ ബാബുവിൻ്റെ ഈ പുസ്തകത്തിലുണ്ട്. പിന്നെ ആദ്യത്തെ പുസ്തകമാണ്, നമുക്ക് വായിക്കുമ്പോൾ അത്ഭുതം തോന്നും. ആദ്യത്തെ ഒരു പുസ്തകമാണ്, നമുക്ക് തോന്നുന്നില്ല. അത്രയധികം നിയന്ത്രണം ഇതിൽ പാലിച്ചിട്ടുണ്ട്. ഒരുപാട് ആശയങ്ങളെക്കുറിച്ച്, ബുദ്ധനെക്കുറിച്ച് പറയുന്നു, ഗാന്ധിജിയെക്കുറിച്ച് പറയുന്നു, യേശുവിനെക്കുറിച്ച് പറയുന്നു, നബിയെക്കുറിച്ച് പറയുന്നു. ഇവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേടകത്തിൽ നിന്ന് ഭൂമിയെ കാണുന്നത് പോലെ ഈ പുസ്തകത്തിൽ നിന്ന് നമ്മൾ ഇവരൊക്കെ കാണുകയാണ്. ഓരോരുത്തരെ നമ്മുടെ മുമ്പിൽ അവതരിക്കുകയാണ്. കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ അനീഷ് രാജൻ, കൊച്ചി മെട്രോ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച ചടങ്ങിൽ ഗ്രന്ഥകാരൻ ബാബു പണിക്കർ നന്ദി രേഖപ്പെടുത്തി. സുഗ്രീവൻ വാനരന്മാരെയെല്ലാം വിളിച്ചിട്ട് ഭാരതത്തിന്റെ മൊത്തം ഭൂമിശാസ്ത്രം, ഓരോ രാജ്യങ്ങളും അന്നത്തെ ആ രാജ്യത്തിന്റെ പേരും രാജ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വിവരിക്കുന്നു. രാജ്യങ്ങളെ പറ്റി, അവിടുത്തെ ഭൂപ്രകൃതിയെ പറ്റി മൊത്തം വിവരിക്കുന്നു സുഗ്രീവൻ. എന്നാൽ അങ്ങനെ ഒരു വർണ്ണന ഞാൻ ആദ്യമായിട്ട് വായിക്കുമ്പോൾ, രാമായണം വായിക്കുമ്പോൾ വലിയ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. എന്നാൽ അതിനെപ്പറ്റി അവിടെ പ്രസംഗിച്ചത് മുഴുവൻ അന്ന് അവിടെ പ്രസംഗിച്ചു. അന്നേരം അദ്ദേഹം അവിടെ ഇരുന്ന് കുറെ അധികം ആൾക്കാർ പറഞ്ഞു, ഈ പറഞ്ഞത് കാര്യങ്ങളൊക്കെ നിങ്ങളൊരു പുസ്തകത്തിലൂടെ ആയിക്കൂടെ എന്ന് ചോദിച്ചു. എന്നാ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ലല്ലോ, പുസ്തകത്തിലാക്കുന്ന വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, ചെയ്തേക്കാം എന്ന് പറഞ്ഞ് അന്ന് ഏറ്റവും രാജ്യതലസ്ഥാനത്തെ സാംസ്കാരിക, സാഹിത്യ, രാഷ്ട്രീയ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ജനം, ഡൽഹി.